പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ മറ്റൊരു ആക്രമണം നടത്താൻ പദ്ധതിയിട്ട് പാകിസ്ഥാൻ. ഇതിൽ ഒരാൾ അറസ്റ്റിലായി. അതിവിദഗ്ധമായി പഞ്ചാബ് പോലീസാണ് ഇവരുടെ പദ്ധതി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തതും. പാക് ചാര സംഘടനയുടെ പിന്തുണയോടെയുള്ള ഭീകരാക്രമണ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. എന്നാൽ ഒടുവിൽ ഇത് പൊളിച്ചടുക്കി പഞ്ചാബ് പോലീസ് ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇയാളുടെ പക്കൽ നിന്നും 4 ഗ്രനേഡുകളും അതുപോലെ തന്നെ RTX സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. രവീന്ദർ പാൽ സിംഗ് എന്നയാളെയാണ് അറസ്റ്റിലായത്. മറ്റൊരു പ്രതിക്കായി തന്നെ പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ്. അതുപോലെ UK ആസ്ഥാനമായ ഖലിസ്ഥാൻ ഭീകര സംഘടന ബാബർ ഖൽസ ഇന്റർനാഷണൽ ഭീകരൻ നിഷാന്ത് സിംഗ് ആണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ പാക് ചാര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അമൃത്സർ ഹൈവേയിൽ റോഡ് അരികിലെ കുറ്റിക്കാട്ടിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ കാര്യങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാകുമെന്ന് ഭാരതം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കവുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്ത് വരുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ ചാര സംഘടന ഇതിനായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അല്ലെങ്കിൽ മറ്റൊരു വെളിപ്പെടുത്തൽ വരുന്നതും. അതേസമയം സാമ്പത്തികമായി ഏറെ കഷ്ടപ്പെടുന്ന പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് തന്നെ നൽകിയിരുന്നു. രാജ്യത്തെ 15% ജനങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധ ഡിജിറ്റൽ ഇടപാടുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ രാജ്യം വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ലിസ്റ്റിലേക്ക്, അതായത് FATFന്റെ ലിസ്റ്റിലേക്ക് തഴം താഴ്ത്തപ്പെടുമെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ 6 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമായിരുന്നു പാകിസ്ഥാനെ FATF ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തെടുത്തതും. ആ കാലയളവിൽ വിദേശ നിക്ഷേപം കുറഞ്ഞതും വായ്പാ ചിലവുകൾ ഉയർന്നതും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും എതിരെ തന്നെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് തന്നെ രാജ്യം ഗ്രേ ലിസ്റ്റിൽ ഇടം നേടുകയാണ് ഉണ്ടായത്. നിലവിൽ പാകിസ്ഥാനിലെ 25 ദശലക്ഷം ജനങ്ങൾ നിയന്ത്രണമില്ലാത്ത ഡിജിറ്റൽ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ കറൻസികളെ നിയമവിധേയമാക്കുന്നതിനുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ രാജ്യം ഇപ്പോഴും കാലതാമസം വരുത്തുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ പാകിസ്ഥാന് ഭീഷണിയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു രാജ്യം എന്ന നിലയിൽ ഇത് നിയന്ത്രണമില്ലാത്ത ഇടപാടുകൾ കാരണം നമ്മൾ വീണ്ടും കുഴപ്പത്തിൽ അകപ്പെടാൻ പോവുകയാണ്. അതേപോലെ ബ്ലാക്ക് ആൻഡ് ഡിജിറ്റൽ അസിസ്റ്റന്റ് ഉച്ചകോടിയിൽ സംസാരിക്കവേ അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ വെർച്വൽ അസിസ്റ്റന്റ് റെഗുലാരിറ്റി അതോറിറ്റി ഓർഡിനൻസ് ഇപ്പോഴും ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് പാകിസ്ഥാന്റെ ഒരു നയമായി മാറിയെന്നും ഇന്ത്യ നിരന്തരം തന്നെ ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ധനമന്ത്രിയുടെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിലിൽ ഇന്ത്യയുടെ വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ട് എന്നും പാകിസ്ഥാൻ ആഗോള സാമ്പത്തിക സ്ഥിതിക്കും സുരക്ഷയ്ക്കും ഭീഷണി സൃഷ്ടിക്കുന്നത് തുടരുന്നു എന്നതും ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഖുബൂനന്ദ രുചി മാട്ടിൽ വക്കാലക്ക ഓഫർ.